അത് ഏറ്റുപിടിച്ച ആരെയും ഇപ്പോ കാണാനില്ല. ഈ പറഞ്ഞ കുണ്ടനടിയുടെ സ്വവർഗാനുരാഗത്തിന്റെ പീഡനത്തിന്റെ പേരിൽ നിരവധി തവണ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് പാലക്കാട് ജില്ലയിലെ BJPയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾക്ക് വലിയ സന്തോഷങ്ങൾ നൽകുന്ന വ്യക്തിയാണ്. കാരണം RSS ശാഖയിൽ പോയവന് ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ ഏറ്റുപിടിക്കുവാനും അവന്തികയെ കൊണ്ട് മാധ്യമങ്ങളെ കാണുവാനും അവന്തികയെ ഈ മാധ്യമങ്ങൾക്ക് നിങ്ങളൊരു കാര്യം കൂടി ഇതിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഞാൻ പിന്നെയും ആവർത്തിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. കാരണം അവന്തികയെ ഇങ്ങനെ രാഹുലിനെതിരെയുള്ള ഒരു ഇരയാക്കാൻ വേണ്ടി അവന്തികയെ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മാധ്യമ പ്രവർത്തകൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ന്യൂസ് 18-ലാണ്. ന്യൂസ് 18-ലെ ആ മാധ്യമ പ്രവർത്തകൻ, ന്യൂസ് 18, അതുപോലെ പ്രശാന്ത് ശിവൻ, അവന്തിക ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായില്ലേ? രാഹുലിനെ എതിരെ അവന്തികയെ ഇരയാക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകൻ ജോലി ചെയ്യുന്നത് ആ സ്ഥാപനം ന്യൂസ് 18, ഇപ്പുറത്ത് പ്രശാന്ത് ശിവൻ, ഇപ്പുറത്ത് അവന്തിക. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം സന്ദീപ് വാര്യർ ഈ പറയുന്നതോടുകൂടി ഈ സന്ദീപ് വാര്യറുടെ പോസ്റ്റിലെ അവസാന പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ഇത് മൂന്നും കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. എന്ന് പറഞ്ഞാൽ രാഹുലിനെതിരെ ഈ പറഞ്ഞ ഒളിയമ്പുകളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിന് മുന്നിൽ നിന്ന് നയിച്ചത് ഈ കുണ്ടനടിയുടെ ആശാനായിട്ടുള്ള പ്രശാന്ത് ശിവനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട.